ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൺ മോർ സെഷൻ വിത്ത് ടീച്ച് കേരള. ഇതൊരു വളരെ ചെറിയൊരു സെഷൻ ആയിരിക്കും. വളരെ 2 ചോദ്യങ്ങൾ മാത്രം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനിത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അന്നേരം ഇത് രണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ ഷോർട്ട് ആയിരിക്കും. നമ്മളൊരു 10-15 മിനിറ്റ് ഈ 2 ചോദ്യങ്ങൾ കൂടെ തീർക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: 3 സർക്കിൾസ് ഓഫ് റേഡിയൈ 3, 4 and 5 touch each other അങ്ങനെയാണെങ്കിൽ and externally touch each other externally and tangents at their point of contact intersects at point P. Now find the sum of distance of point P from the point of contact. Point of contact il ninnulla distance. ഇനി നമ്മൾക്ക് ആദ്യം ഫിഗർ ആക്കി വരയ്ക്കാം. ഓക്കെ, നമുക്ക് 3 സർക്കിളുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സർക്കിൾ ഇങ്ങനെ ആയിരിക്കട്ടെ, രണ്ടാമത്തെ സർക്കിൾ ഇങ്ങനെ ആയിരിക്കട്ടെ, മൂന്നാമത്തെ സർക്കിൾ ഇങ്ങനെ ആയിരിക്കട്ടെ. ഇതിന്റെ എല്ലാം പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതല്ലേ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ടച്ച് ഈച്ചത്, അതായത് ഇത് റേഡിയസ് 3 റേഡിയസ് ഉള്ളതാവട്ടെ, ഇത് 5 ആവട്ടെ, ഇത് 4 ആവട്ടെ, ഇത് 3 ആവട്ടെ, അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. intersects their tangents at the point of contact. അതായത് ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു, ഇവിടുന്ന് ഒരു ടാൻജന്റ് വരച്ചു, ഇവിടുന്ന് ഒരു ടാൻജന്റ് വരച്ചു. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇത് P എന്ന് വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസസ് ഓഫ് ദ പോയിന്റ് P ഫ്രം ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആദ്യത്തെ ടാൻജന്റ്, നമുക്ക് ഈ ടാൻജന്റിന്റെ പോയിന്റിനെ നമുക്ക് T1 എന്ന് വിളിക്കാം. ഓക്കെ, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇത് T2 എന്ന് വിളിക്കാം, ഇത് T3 എന്ന് വിളിക്കാം. ഈ പോയിന്റ് T3, ഈ പോയിന്റ് T1, T2, ഈ പോയിന്റ് T1 എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് വേണ്ടുന്നത് എന്താ? സം ഓഫ് ഡിസ്റ്റൻസസ് ഓഫ് ദ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ദ ടാൻജന്റ് ഫ്രം ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്. അതായത് T1 പ്ലസ് T2 പ്ലസ് T3 ആണ് നമുക്ക് വേണ്ടുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യം, ഇപ്പൊ 2 സർക്കിളുകൾ 2 പോയിന്റ് ടച്ച് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഇതിന്റെ റേഡിയസ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെ തന്നെ പാസ് ചെയ്യണ്ടേ? അത് പാസ് ചെയ്യുന്നത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ് ഇതിന്റെ സെന്ററുകളെ എടുക്കാം. ഇതിന്റെ സെന്റർ എ എന്നും ഇതിന്റെ സെന്റർ ബി എന്നും ഇതിന്റെ സെന്റർ സി എന്നും എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പി എ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരെണ്ണം കണക്ട് ചെയ്തു. ഓക്കെ, പി എ ഇതുമായിട്ട് കണക്ട് ചെയ്തു, പി എ ഇതുമായിട്ടും കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ സെന്ററുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ സെന്ററുകൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെ പാസ് ചെയ്യും. അതായത് ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെയാണ് ഇത് ടച്ച് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ഇതിന്റെയും സെന്റർ കണക്ട് ചെയ്ത് ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെയും സെന്റർ കണക്ട് ചെയ്താലും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെ തന്നെ പോയി മുട്ടുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. എ ബി സിയും നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്കറിയാവുന്നത് ട്രയാങ്കിള് AT2P നോക്ക്. AT2P ഈ ട്രയാങ്കിള് അല്ലെ, ഈ AT2P എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്ക്, ആൻഡ് AT1P എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്ക്. AT2Pയും AT1Pയും ഈ 2 ട്രയാങ്കിൾ, ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണോ? ആയിരിക്കണമല്ലോ. കാരണം എന്താ? ഈ റേഡിയസ് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും റേഡിയസ് തന്നെ ആണല്ലോ. ഈ സൈഡ് കോമൺ ആണ് അല്ലെ, ഈ സൈഡ് കോമൺ ആണ്. പിന്നെ എന്താ പറ്റുന്ന? റേഡിയസ് രണ്ട് സെയിം ആണ്, ഈ സൈഡ് കോമൺ ആണ്. പിന്നെ ഇത് 90 ഡിഗ്രി അല്ലേ, ഈ ആംഗിളും 90 ഡിഗ്രി ആയിട്ട് വരും, ഈ ആംഗിളും 90 ഡിഗ്രി വരും. സോ RHS ക്രൈറ്റീരിയ വെച്ച് ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കാണിക്കാൻ സാധിക്കും ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് കാണിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? സോ ട്രയാങ്കിൾസ് AT2P and AT1P are congruent. കാര്യവും മനസ്സിലാക്കിയായിരുന്നു. കാരണം എന്താണ്? അത് RHS റൂൾ വെച്ചിട്ട്
അപ്പോ അത് കോൺക്രുവന്റ് ആണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കണമല്ലോ. അന്നേരം ഇത് ആംഗിൾ a/2, ഇത് a/2 ആയി മാറും. അതേപോലെ തന്നെ ഇതും സെയിം ആയിരിക്കണമല്ലോ, കാരണം ഈ രണ്ട് ട്രയാംഗിൾ സെയിം വരുമ്പോ അപ്പൊ ഇത് c/2 ആവും, ഇത് c/2 ആവും, ഇത് b/2 ആകും, ഇത് b/2 ആവും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ ആ ട്രയാംഗിൾ APT1 ഇപ്പൊ എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ a/2 എന്ന് വരും. APT1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് a/2 എന്ന് വരും അല്ലെ. പിന്നെ അതിന്റെ അകത്ത് AT1 എന്ന് പറയുന്നത് എന്താണ്? AT1 എന്ന് പറയുന്നത് റേഡിയസ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. R1 ആണെന്ന് നമുക്ക് എടുക്കാം. ഇത് റേഡിയസ് ആണെങ്കിൽ ഇതാണെങ്കിൽ എവിടെയാണ് 90 ഡിഗ്രി ആംഗിൾ വരുന്നത്? 90 ഡിഗ്രി വരുന്നത് a/2 T1. ഇത് 90 ഡിഗ്രി ആംഗിൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? PT1 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അത് tan a/2 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ സെയിം ലോജിക്ക് വെച്ച് PT2 ഡിവൈഡഡ് ബൈ R2 എന്ന് പറയുന്നത് എത്രയാണ്? tan b/2 ആണ്. അതേപോലെ തന്നെ PT3 ഡിവൈഡഡ് ബൈ R3 എന്ന് പറയുന്നത് എത്രയാണ്? tan c/2 എന്ന് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നല്ലോ. പിന്നെ എയും ബിയും സി ഒരു ട്രയാംഗിൾസിന്റെ ആംഗിൾസ് അല്ല. a+b+c പൈ ആണ്. അങ്ങനെയാണെങ്കിൽ a/2 പ്ലസ് b/2 പ്ലസ് c/2 എന്ന് പറയുന്നത് π/2 ആണ് അല്ലെ. നമ്മൾ a+b+c a/2 പ്ലസ് b/2 പ്ലസ് c/2 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡിനോമിനേറ്റർ ഓർമ്മയില്ലേ? tan a പ്ലസ് tan b പ്ലസ് tan c മൈനസ് tan a tan b tan c ഡിവൈഡഡ് ബൈ 1 മൈനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയത്. അന്നേരം ഡിനോമിനേറ്റർ 0 ആകും. അപ്പോ സിഗ്മ tan a/2 ഇൻറ്റു tan b/2 1 വരില്ലേ? നമ്മൾ a+b+c പൈ വരുമ്പോൾ ടാനിനെ കുറിച്ച് നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലെ. ഇത് 1 എന്ന് വരും. അതായത് നമുക്ക് അറിയാൻ പറ്റുന്നത് tan a/2 ഇൻറ്റു tan b/2 പ്ലസ് tan c/2 ഇൻറ്റു tan b/2 പ്ലസ് tan a/2 ഇൻറ്റു tan c/2 ഇതെന്ന് പറയുന്ന 1 എന്ന് വരും. അതായത് PT1 divided by R1 and PT2 divided by R2 plus PT2 divided by R2 into PT3 divided by R3 plus PT3 divided by R3 into PT1 divided by R1. ഇതെല്ലാം കൂടെ ചേർന്നത് 1 ആണെന്ന് നമുക്ക് വരുമല്ലോ അല്ലെ. ഇനി നമുക്ക് ഈ PT1 PT2 എല്ലാത്തിന്റെയും പ്രത്യേകത എന്താണ്? അതെല്ലാം ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണ്ടേ? അതെല്ലാം തന്നെ ലെങ്ത് സെയിം ആയിട്ട് വരണമല്ലോ, കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് വെച്ചിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ പോലും അല്ലെ. അപ്പൊ നമുക്കറിയാം PT1ഉം PT2ഉം PT3യും എല്ലാം തന്നെ നമുക്ക് സെയിം ആയിട്ട് വരുന്നത് കാണാം. അതിനെല്ലാം നമുക്കൊരു ക്യാപിറ്റൽ R എന്ന് വിളിക്കാം. കോൺഗ്രുവൻസി വെച്ചിട്ട് PT1 is equal to നമുക്കറിയാം PT1 is equal to PT2 is equal to PT3. അതിനെ എല്ലാം കൂടെ നമുക്കൊരു ക്യാപിറ്റൽ R എന്ന് വിളിക്കാം. അതിനെ കോൺഗ്രുവൻസി വിളിച്ചിട്ട് അങ്ങനെ എഴുതുകൂടെ. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം R ഡിവൈഡഡ് ബൈ R1, അതായത് R ഡിവൈഡഡ് ബൈ R1 3 ഉണ്ട്, R2 നെ 4 എന്ന് എടുക്കാം, R3 യെ 5 എന്ന് എടുക്കാം അല്ലെ. സോ R/3 ഇൻറ്റു R/4 പ്ലസ് R/4 ഇൻറ്റു R/5 പ്ലസ് R/3 ഇൻറ്റു R/5 ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും 1 ആണെന്ന് വന്നു. അതായത് R²/12 പ്ലസ് R²/20 പ്ലസ് R²/15 എന്ന് പറയുന്ന 1 ആണ്. അങ്ങനെയാണെങ്കിൽ R² ഇൻറ്റു 1/12 പ്ലസ് 1/20 പ്ലസ് 1/15 എന്ന് പറയുന്ന 1 എന്ന് വരും അല്ലെ. അപ്പോൾ നമുക്ക് R² ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്ന 1 എന്ന് വരും. അതായത് R² ഇൻറ്റു 1/5 എന്ന് പറയുന്ന 1 ആണ്. അതായത് R² √5 ആണ്. അതായത് R² 5 ആണ്, R എന്ന് പറയുന്ന √5 എന്ന് വിളിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? PT1 പ്ലസ് PT2 പ്ലസ് PT3 ഇതെല്ലാം സെയിം ആണെന്ന് കണ്ടു. അതായത് 3R ആണ്. അതായത് 3√5 ആയിരിക്കണം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റോ ഈ ഒരു ഫിഗർ കൃത്യമായിട്ട് വരച്ച് ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മളുള്ളത് ഇത് നമ്മള് ടാനിനെ കുറിച്ച് നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതല്ലായിരുന്നോ? ഇതാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇഫ് a+b+c is equal to I വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഓക്കെ ഓക്കെ ഈ ചോദ്യമെല്ലാം നമ്മൾ ചെയ്ത് തന്നെയാണ് അവിടെ എത്തിയിരിക്കുകയുമാണ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം കൂടെ ചെയ്യാം. ചോദ്യം ഇതാണ്: an ant moves at a distance of 1 centimeter from a triangle with a radius 2 centimeter.
with sides 3, 4 and 6. Okay, find the total distance traveled by it. Find the total distance traveled by it in one cycle. Okay, ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ എന്താ സംഭവിക്കുന്നത്? ഈ ട്രയാങ്കിളിന് നമുക്ക് എ ബി സി എന്ന് വിളിക്കാം. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നിന്ന് 1 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു ആൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നും 1 സെന്റിമീറ്റർ ദൂരത്തിൽ പോകുന്നുണ്ട്, ഇവിടെയും കൂടെ 1 സെന്റിമീറ്റർ ദൂരത്ത് പോകുന്നുണ്ട്. പക്ഷെ ടോട്ടലും 1 സെന്റിമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ വരുമോ? വരില്ല. ഇവിടെ ഈ കോർണറിൽ വരുമ്പോൾ ഇതൊരു സർക്കിൾ എടുക്കണം, ഈ കോർണറിലും വരുമ്പോൾ ഇതൊരു സർക്കിൾ എടുക്കണം, ഈ കോർണറിലും വരുമ്പോൾ ഒരു സർക്കിൾ എടുക്കണം. കാരണം ഈ പോയിന്റിൽ നിന്നുള്ള ഈ റേഡിയസ്, ഇതൊരു സർക്കിൾ അല്ലേ, ഈ റേഡിയസ് 1 ഇട്ടിട്ട് പോകണം. ഇതാണ് ഇതിന്റെ ഒരു ക്യാച്ച് അല്ലെ. ഇവിടെയും റേഡിയസ് 1 ഇട്ടിട്ട് പൊക്കോണ്ടിരിക്കണം. കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ എത്തുമ്പോൾ ഇതൊരു 90 ഡിഗ്രി ആംഗിൾ ആണല്ലോ, ഇതൊരു 90 ഡിഗ്രി ആംഗിൾ ആണ്, ഇവിടെയും ഒരു 90 ഡിഗ്രി ആംഗിൾ വരും, ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ വരും, ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ വരും. ഇത്രയും കാര്യങ്ങളാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ് അല്ലെ, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. ഇത് ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ അറിയാൻ പറ്റുന്നേ? നമുക്കറിയാം ഇത് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. അതിൻ്റെ അകത്ത് 180 ഡിഗ്രി 90 ഡിഗ്രീസ് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ 180, ഇതും കൂടെ ചേർന്നിട്ട് അല്ലെ, ഈ ഒരു ടോട്ടൽ ആംഗിളും ഇതും കൂടെ ചേർന്നിട്ട് 180 ആണ് അല്ലെ. അന്നേരം ഇത് ബി ആയിരുന്നെങ്കിൽ ഈ ആംഗിൾ ബി ആണ്, ഇത് ഈ ആംഗിൾ എ ആണ്, ഈ ആംഗിൾ സി ആണ്. അപ്പൊ ഈ പുറത്തുള്ള ഈ ഒരു ആർക്കിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ ഈ പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ്, അതായത് പൈ മൈനസ് സി എന്ന് എഴുതാം. ഈ പുറത്തുള്ള ആംഗിള് പൈ മൈനസ് എ എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ആ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയനിൽ എഴുതുകയാണെങ്കിൽ പൈ മൈനസ് ബിയും പൈ മൈനസ് എയും പൈ മൈനസ് സി എന്നും എഴുതാം അല്ലെ. ആ കാര്യം പിടിയിട്ടില്ല. കാരണം എന്താ പറയുന്നത്, ഞാൻ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ബാക്കി ഈ ആംഗിളോട് ചേർന്ന് 180 ആയിരിക്കണമല്ലോ. കാരണം ടോട്ടൽ ഒരു സർക്കിളില് ആംഗിൾ 360 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് പൈ മൈനസ് ബി എന്നും ഇത് പൈ മൈനസ് എ എന്നും ഇത് പൈ മൈനസ് സി എന്നും വരും. പിന്നെ നമുക്കറിയാം ആംഗിൾ ഇൻ റേഡിയൻ തീറ്റ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ആർ. എൽ എന്താണ്? ആർക്ക് ലെങ്ത്. തീറ്റ എന്താണ്? ആംഗിൾ ഇൻ റേഡിയൻ അല്ലെ. ആർ എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ്, അത് 1 ആണെന്ന് നമുക്കറിയാം. കാരണം അത് 1 സെന്റിമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവിടെയും 1 ഇവിടെയും 1, ഈ ആർക്കിനെല്ലാം 1 ആയിട്ട് വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത്, ഫസ്റ്റ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? പൈ മൈനസ് എ. പൈ മൈനസ് എ എന്ന് പറയുന്ന എൽ എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് നമുക്കറിയാവോ? ഇല്ല. ആ എൽ അവിടെ കിടക്കട്ടെ, അതിന് L1 എന്ന് ഇടാം. ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന 1 ആണ്, L1 എന്ന് ഇടാം. അതേപോലെ തന്നെ പൈ മൈനസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? L2 എന്ന് വരും. പൈ മൈനസ് സി എന്ന് പറയുന്നത് L3 എന്ന് വരും, ആർക്ക് ലെങ്തുകൾ. അപ്പൊ ഈ ആൻഡ് ടോട്ടലി മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യും, ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യും, ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യും, പിന്നെ ഈ 3 ആർക്കുകൾ കവർ ചെയ്യും. ഈ ഡിസ്റ്റൻസ് സെയിം, ഇതൊരു റെക്ടാംഗിൾ ആയിട്ട് വരും. ഇത് 3 ആണെങ്കിൽ ഇതും 3 ആയിട്ട് വരും, ഇത് 4 ആണെങ്കിൽ ഇത് 4 ആയിട്ട് വരും, ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 3+4+6 കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ ആർക്ക് ലെങ്തുകൾ, അതായത് പൈ മൈനസ് എ പ്ലസ് പൈ മൈനസ് ബി പ്ലസ് പൈ മൈനസ് സി ആണ് അല്ലെ. സോ ദിസ് ഇസ് 13 പ്ലസ് 3 പൈ മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? എയും ബിയും സിയും ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസ് അല്ലേ, അത് പൈ അല്ലേ. This is 13 plus 3 pi minus pi. That is equal to 13 plus 2 pi എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആ ഉറുമ്പ് കിടന്ന് കറങ്ങുന്ന ഡിസ്റ്റൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്, ഇത് രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇതിൽ ചെയ്തേക്കുന്നത്.